ഇന്നത്തെ എൻ്റെ യാത്ര മൂന്നാറിലുള്ള പറക്കാട്ട് റിസോർട്ടിലേക്കാണ്. ഈ റിസോർട്ട് ഞങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് യാത്രയെയും പ്രകൃതിയെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷെരീഫ് കോളിയാടിൻ്റെ സ്കൈ ഗ്രൂപ്പാണ്. കണ്ണൂർ വരെ ട്രെയിനിൽ പോയി. കണ്ണൂരിൽ നിന്നും മൂന്നാറിലേക്ക് രാത്രി 9:30 KSRTC ബസ് ഡയറക്റ്റ് ആയിട്ടുണ്ട്. ആ ബസ് കൃത്യസമയത്ത് തന്നെ എത്തി. ഞങ്ങൾ അതിൽ കയറിയിരുന്നു. രാവിലെ 6:45 ആകുമ്പോൾ മൂന്നാറിലേക്ക് എത്തി. ഇവിടുത്തെ ഈ ചക്കപ്പഴമില്ലേ, ഇത് എൻ്റെ വൈഫിനും എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് വാങ്ങിച്ചു. നല്ല പഴുത്ത ചക്കപ്പഴം, നല്ല ടേസ്റ്റിയാണിത്. നിങ്ങൾ ആരെങ്കിലും ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഈ ചക്കപ്പഴം കഴിക്കാൻ മറക്കരുത്. ഇത് ഊട്ടിയിലും കിട്ടും. ഇതിനറിയപ്പെടുന്ന ഗൂഡല്ലൂർ ചക്കപ്പഴം എന്നാണ്. ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ടോപ്പ് ലിസ്റ്റുകളിൽ ഒന്നായ പറക്കാട്ട് റിസോർട്ടിലേക്ക് വിട്ടു. ഇന്ത്യയിലെ തന്നെ ടോപ്പ് ലെവലിലുള്ള ഈ റിസോർട്ടിലേക്ക് ഓട്ടോയിൽ വരുന്ന ആദ്യത്തെ ഫാമിലി ഞങ്ങളായിരിക്കും. ഇവിടുത്തെ ഗാർഡ്സൊക്കെ വഴിമാറി വന്നതാണോ എന്ന നിലയിൽ അത്ഭുതത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കണ്ടത്. റിസോർട്ടിൻ്റെ മുമ്പിൽ ആ 2 സിംഹങ്ങളെ കണ്ട, ഗോൾഡൻ കളറായിട്ട്. പിന്നെ 2 സൈഡും ഓരോരോ ആനയുണ്ട്. നല്ല രസമാണ് കാണാൻ. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന നല്ലൊരു സുഗന്ധമാണ് നമ്മളെ വരവേൽക്കുന്നത്. ഗോൾഡൻ കളറിലാണ് മുഴുവൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. താഴെയുള്ള ഡിസൈൻ കണ്ട എന്താ രസമല്ലേ കാണാൻ. റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോഴും ആ നല്ല മണമില്ലേ, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ആ മണം. ആഹാ, നല്ല അടിപൊളി റൂമാണ്. ഈ റിസോർട്ടിലെ ഏറ്റവും കുറഞ്ഞ റൂം 5500 5500 ആ റൂമിന് ഇതുപോലെയുള്ള ബാൽക്കണി ഉണ്ടാവില്ല. പുറത്തെ വ്യൂ ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല. പുറത്തിരുന്ന് വ്യൂ കാണുന്നത് പോലെ ബാൽക്കണിയുള്ള റൂമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഈ റൂമിൻ്റെ റേറ്റ് 6500 1000 രൂപ അധികം കൊടുത്താൽ എന്താ, പുറത്തെ ഈ അടിപൊളി വ്യൂ ഒക്കെ ആസ്വദിച്ച് കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാതെ. ഇവിടുത്തെ ഏറ്റവും കൂടിയ റൂം 35,000 ഒരു ദിവസത്തേക്ക്. ഏറ്റവും കുറഞ്ഞ റൂം 5500. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കപ്പിൾസിൽ വരികയാണെങ്കിൽ 6-7 വയസ്സുള്ള കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ റൂം ധാരാളമാണ്. 6500 റൂം. ചെക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ചെക്ക് ഔട്ട് രാവിലെ 11 മണിക്കും. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഇൻക്ലൂഡാണ്, വേറെ ഒന്നുമില്ല. ആ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി. അത് 1-1.5 സംഭവമാണ്. അതെൻ്റെ വീഡിയോയിൽ പിന്നെ കാണിക്കാം ഞാൻ. ഇത് എൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിലെ രാവിലത്തെ കാഴ്ചയാണ്. ഓക്കെ, കോടമഞ്ഞെല്ലാം മൂടിയിട്ടല്ലേ, അടിപൊളിയല്ലേ. ഇതാണ് ടോയ്ലറ്റും നല്ല അടിപൊളിയാണ്. കണ്ട ആ ടൈലൊന്ന് നോക്കിയാൽ നല്ല രസമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവർ. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. ഇത്രയും വലിയ ഈ റിസോർട്ടിൽ ഈ പൂളില്ലേ, അത് വളരെ ചെറുതായി പോയെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഈ പൂളിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഊഞ്ഞാലും. മോനെ ഈ പൂളിലേക്ക് വെള്ളം നിറക്കുന്നുണ്ട്. ഞാൻ ഈ പൂളിലേക്ക് കുറച്ച് സമയം ഇറങ്ങി. അപ്പം എന്നെ കയറി. കാരണം നല്ല തണുപ്പുണ്ട്, വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഉച്ചയ്ക്ക് 3 മണിയോടെ ഇവരുടെ ജീപ്പിൽ നമ്മൾ 1/2 കിലോമീറ്റർ അകലെ കൊണ്ടുപോയി ഇറക്കും. ഇവിടെ കാണാൻ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇവരെല്ലാം ഇത് ഉണ്ടാക്കി വെച്ചതാണ്. വളരെ മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. കണ്ടില്ലേ ആ വാട്ടർ ഫാൾസ് എല്ലാം നോക്കിയാൽ. ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ വില കൂടിയ റൂമായ ക്യാബ് റൂമിലേക്കാണ്. ഈ ക്യാബ് റൂമിലേക്ക് പോകുന്ന വഴികളൊക്കെ കണ്ട ഏതാ സെറ്റപ്പ് അല്ലേ. ഈ റൂമിന് ഒരു ദിവസത്തേക്ക് 35,000 രൂപയാണ് ഈടാക്കുന്നത്. ഒരു ഗുഹാരൂപത്തിലാണ് ഇവർ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നോക്കിയാ അടിപൊളിയല്ലേ, ഏത് സെറ്റപ്പ് അല്ലേ. ഇതിവിടുത്തെ ടോയ്ലറ്റാണ്. നോക്കിയാ റൂമിനേക്കാളും വലുപ്പമുണ്ട് ഈ ടോയ്ലറ്റിന്. എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട്.
പോയിൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുള കൊണ്ടുള്ള പാലങ്ങളും പിന്നെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും പിന്നെ അതിൻ്റെ അടുത്തൊരു ഇരിപ്പിടവും നല്ല രസമായിട്ട് തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കിയാൽ ആ മുള കൊണ്ടുള്ള പാലം കണ്ടില്ല, എന്താ രസമായിട്ട് തന്നെ അവർ ഉണ്ടാക്കി വെച്ച് നോക്കിയാൽ അല്ലേ. നോക്കിയാൽ നല്ല ഫോട്ടോ വീഡിയോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഞങ്ങൾ 1.5 മണിക്കൂറോളം ചിലവഴിച്ചു. ഒരു ഫോറസ്റ്റ് മോഡലിലാണ് ഇവർ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ എത്തിയാൽ ഒരു കാട്ടിലെത്തിയ ഫീലാണ്. കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദങ്ങളും പിന്നെ കിളികളുടെ ശബ്ദങ്ങളും എല്ലാം കൂടി നല്ല അടിപൊളി ഫീലാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക്. തൂക്കുപാലം കണ്ട ഇത് വേറെ ഒരു ഫോട്ടോ പോയിൻ്റാണ്. സൈക്ലിംഗ് ഉണ്ട് ഇവിടെ. ഞാനും വൈഫ് ഇതിലിരുന്നു. ചെറിയൊരു പേടി തോന്നി. തിരിച്ചു പോകാനുള്ള ജീപ്പ് വന്നു, അതിൽ ഞങ്ങൾ പോയി. ഇത് റിസോർട്ടിൻ്റെ വൈകുന്നേരത്തെ കാഴ്ചയാണ്. നോക്കിയാൽ കോടമഞ്ഞെല്ലാം മൂടിയിട്ട് നല്ല രസമില്ല കാണാൻ. ക്ലൈമറ്റ് ഓരോ 5 മിനിറ്റിന് മാറിക്കൊണ്ടേയിരിക്കും. നല്ല രസമാണ് ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ. നല്ല അടിപൊളി ഫീലാണ് ഇവിടെ ടോട്ടലി. ഇത് ഈ റിസോർട്ടിൻ്റെ അകത്തുള്ള 1 ഗ്രാം ജ്വല്ലറിയാണ്. ഒന്നും എടുത്തില്ല, വെറുതെ ഒന്ന് ചുറ്റിക്കണ്ടു, അത്രയേ ഉള്ളൂ. റിസോർട്ടിൻ്റെ നേരെ മുകളിൽ ചെറിയൊരു പ്ലേ ഏരിയയും പിന്നെ ഒരു ഫോട്ടോ പോയിന്റും കൂടിയുണ്ട്. അത് നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ കാണിക്കാം. ഇതൊക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു ഇവർ. ആ ലവിൻ്റെ ലോഗോ നോക്കിയാൽ പിന്നെ മനോഹരമായി പറക്കാട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നു ലൈറ്റിങ്സിൽ. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. റൂമിലേക്ക് പോകാനേ തോന്നുന്നില്ല, കാരണം പുറത്ത് നല്ല കോടമഞ്ഞും നല്ലൊരു ഫോട്ടോ പോയിൻ്റാണ് ഇവിടെ. ഇവിടെ ഏകദേശം ഒരു 2 മണിക്കൂറോളം ചിലവഴിച്ചു ഞങ്ങൾ. 7 മണിയോട് കൂടി മ്യൂസിക് ക്യാമ്പ് ഫയർ ആരംഭിച്ചു. രാത്രി 11 മണിയാകുമ്പോൾ എന്നെ കിടന്നുറങ്ങി. പിന്നെ അതിരാവിലെ എഴുന്നേറ്റു. എൻ്റെ മോനിപ്പോൾ നല്ല ഉറക്കത്തിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തെ വ്യൂ കാണിക്കാം. ഫുള്ള് കോടമഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുന്നു. ഇപ്പോൾ ഇത് കാണിക്കാം. മേഘം നമ്മുടെ താഴെയാണ് വന്നിരിക്കുന്നത് അല്ലേ. നല്ല രസമില്ലേ കാണാൻ. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഊഴാണ്. രാവിലെ 7:30 ആരംഭിച്ച് 10 മണി വരെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഇവിടെ ഈ ടേബിളിൽ കാണുന്നതൊക്കെ നമുക്ക് കഴിക്കാനാണ്. എത്ര വേണമെങ്കിലും കഴിക്കാം. എത്ര കഴിച്ചു എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. വയറ് നിറച്ചും കഴിച്ചു. ഇതാണ് ഈ പൈസ കൊടുത്തതിന് ശരിക്കും മുതലായത്. മനസ്സ് നിറഞ്ഞു. അത്ര അധികം കഴിച്ചു. എല്ലാ ഐറ്റംസും, ഇല്ലാത്ത ഐറ്റംസും ഇല്ല, എല്ലാ ഐറ്റംസും ഉണ്ട്. ആരോ പറയുന്ന കേട്ടിന് ഇതുപോലത്തെ അവസരം കിട്ടിയാൽ ശരിക്കും മുതലായിക്കോർണമെന്ന്. ശരിക്കും കഴിക്കുക. എത്ര കഴിഞ്ഞ് അങ്ങനെ കഴിക്കുക. അത് കഴിഞ്ഞ് വായിലേക്ക് വിരലിട്ട് ഛർദ്ദിക്കുക. അതാണ് ഞങ്ങൾ ചെയ്തത്. റിസോർട്ടിലെ ഈ ഹോട്ടൽ നോക്കിയാൽ നല്ല വ്യൂ ഉള്ള സ്ഥലത്താണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല പുറത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. നല്ല അടിപൊളി സ്ഥലത്താണ് ഇവർ ഹോട്ടലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 7:30 മണിക്ക് തന്നെ ഞങ്ങൾ എത്തി. ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു 9:30 മണിക്ക് വന്നു. അപ്പോൾ കുറച്ച് ദഹിച്ചു. പിന്നെ വീണ്ടും കഴിച്ചു. അങ്ങനെ ശരിക്കും മുതലാക്കി ഞങ്ങൾ. പിന്നെ പലതരത്തിലുള്ള വെറൈറ്റി ജ്യൂസ് ഐറ്റംസും ഉണ്ട്. മോനെ കണ്ട കുരങ്ങന്മാരോട് കളിക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. ഇതും ഒരു ലക്ഷറി റൂമാണ്. ഈ റൂമിൻ്റെ റേറ്റും ഒരു ദിവസത്തേക്ക് 35,000 വരുന്നത്. ഇതിൻ്റെ അകത്ത് ഡബിൾ ബെഡ്റൂമാണ് ഉള്ളത്. ലക്ഷറി ബെഡ്റൂമുകൾക്കെല്ലാം ഇവർ ഗോൾഡൻ ഷെയ്ഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ടോയ്ലറ്റിലും ഇരിക്കുന്ന സ്ഥലമില്ലേ, അത് രാജാവിൻ്റെ ഇരിപ്പിടം പോലെയുണ്ട്. എന്താ രസം നോക്കിയാൽ. ഇത് വേറെ ഒരു ലക്ഷറി റൂമാണ്. ഈ റൂമിൻ്റെ റേറ്റ് വരുന്നത് ഒരു ദിവസത്തേക്ക് 35,000. ഇത് വരുന്നത് സിംഗിൾ റൂമാണ്. ഈ റൂമിൻ്റെ അകത്ത് തന്നെയാണ് സ്വിമ്മിംഗ് പൂളും.
റിസോർട്ടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇതുപോലത്തെ ഊഞ്ഞാൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിസോർട്ടിൻ്റെ മുമ്പിൽ നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് ഒരു 11:30 മണിയപ്പോൾ ഞങ്ങൾ ചെക്കൗട്ടായി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ പള്ളിയിൽ നിന്നും ജുമാവും നിസ്കരിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് KSRTC സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയതാണ് ഈ ഡബിൾ ടക്കർ ഗ്ലാസ് ബസ്. അതും കൂടി കണ്ടു, സന്തോഷമായി.